നിന്റെ പോവൂല തോന്നണ്ട കടപ്പ് കാണിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ മൂന്നാറിൽ കല്യാണം കഴിഞ്ഞ് എന്താ പറയുക വധുവിൻ്റെ പുറകിൽ ഫോട്ടോഗ്രാഫർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫറെ ഒരു പറ്റം യുവാക്കൾ വന്നിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. അത് വധുവിൻ്റെ ബന്ധുക്കാർ തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷെ നന്നായിട്ട് ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ദൃശ്യം കാണുമ്പോൾ തന്നെ അറിയാം, ഒരു തെറിയൊക്കെ വിളിച്ചിട്ടാണ് ആക്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ദൃശ്യം കൂടി കണ്ടിട്ട് വരട്ടെ, ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, അപ്പൊ അതാണ് കുറേ പേര് ചേർന്നിട്ടാണ് ആ മോനെ ആക്രമിക്കുന്നത്. അപ്പോൾ പിൻസീറ്റിലിരുന്ന് വേറെ ഫോട്ടോഗ്രാഫറാണ് ഇതെല്ലാം പകർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും ചോദിക്കും, അവനക്ക് എന്താ, അവനെ രക്ഷിച്ചൂടെ, എന്താണ് ഇത്രയും ആക്രമിച്ചിട്ടും അവൻ രക്ഷിക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നലുണ്ടാകും. ശരിയാണ്, സ്വാഭാവികമാണ്. ഈ പറയുന്ന ഈ വീഡിയോ കാണുന്ന ആർക്കാണെങ്കിലും അത് തോന്നും. പക്ഷേ 10-15 അടിമാടന്മാർ വന്നിട്ട് ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പുറകിലിരിക്കുന്ന അവനക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവൻ വീഡിയോ മാത്രം എടുത്തത്. എന്തായാലും വീഡിയോ എടുത്ത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാമല്ലോ. പിന്നീടാണെങ്കിലും അവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കാമല്ലോ. അതുകൊണ്ടായിരിക്കും അവൻ ഇത് എടുക്കാതിരുന്നത്. അതുമല്ല, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ 10-15 പേര് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, അവനെയും കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ മോന് ശരിക്കും അടിച്ചിട്ടുണ്ട്. ആ ഫോട്ടോഗ്രാഫറിനെ ശരിക്കും അടിച്ച് മൂക്കിൻ്റെ പാലും എല്ലാം പൊട്ടി ചോരയും ഇതൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വീഡിയോ നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും എന്താ പറയുക, അത്രയും ഇതാക്കിയിട്ടാണ് ആളുകൾ ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഇട്ടുവെന്നേ ഉള്ളൂ. ഇപ്പോൾ എന്തിനാ അങ്ങനെ അടിച്ചു എന്നുള്ളതിന് കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ അറിയില്ല. അപ്പോൾ എന്താണ്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും തോന്നിപ്പോകുന്നു, ഒന്നില്ലെങ്കിൽ കല്യാണ വീട്ടിൽ വെച്ചിട്ട് മറ്റുള്ള പെൺപിള്ളേർ സൈറ്റ് അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ എന്താണ് ചെറുക്കനിങ്ങനെ ഉപദ്രവിച്ചതെന്നായിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നടന്ന സംഭവം അവന്റെ ഫ്രണ്ട് നമുക്ക് വീഡിയോ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കേട്ട് നോക്കൂ. എന്തുകൊണ്ടാണ് അങ്ങനെ രീതി ഉണ്ടായി എന്നുള്ള ആൾക്കാർ ചോദിച്ചായിരുന്നു. സംഭവം ഉണ്ടായത്, ഞങ്ങളുടെ കൂടെ സ്ഥിരമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫർ ജെറി എന്നാണ് പേര്. അദ്ദേഹം ഇന്നലെ മൂന്നാർ ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോൾ ആ ഷൂട്ടിന് ക്ലയന്റ് കൊടുത്ത റൂമിൽ ആ ക്ലയന്റ് നശിപ്പിച്ച് അലമ്പാക്കിയിട്ടേക്കായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ആ ഷൂട്ടിന്റെ കോർഡിനേറ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ആ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സ് ഇവരോട് സ്വാഭാവികമായിട്ടും ദേഷ്യം തോന്നി. ഇനി ഇവരത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കിടന്നു. പക്ഷെ ആ മാനേജറിനെ അവർ മാറ്റി നിർത്തി തല്ലുകയുണ്ടായിരുന്നു. ഈ തല്ലുകൊണ്ട് പയ്യൻ പേടികൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സിനോടും വീഡിയോഗ്രാഫേഴ്സിനോട് പറഞ്ഞില്ല. എന്നിട്ട് ഈ ഷൂട്ട് നടക്കണമല്ലോ, അപ്പൊ നമ്മള് ഷൂട്ടിന് വന്ന് ഷൂട്ട് എടുക്കണം എന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ട് നെക്സ്റ്റ് ഡേ അവർ ഷൂട്ടൊക്കെ ചെയ്ത് കഴിയാറായപ്പോഴാണ് ഈ പയ്യനാണെങ്കിലും ഹെർണിയുടെയൊക്കെ സർജറി കഴിഞ്ഞിട്ടുള്ളൊരു പയ്യനാണ്. ആ പയ്യന് ഈ നല്ല ഉപദ്രവം കിട്ടിയിട്ട് ഈ പയ്യൻ പറഞ്ഞത് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ക്ലയന്റിനോട് പറഞ്ഞപ്പോൾ ഈ പയ്യനെ ഉപദ്രവിച്ച ആൾക്കാർ അത് കേട്ടിട്ട് ഇവരോട് ദേഷ്യം തോന്നിയിട്ട് ഈ ചെക്കൻ്റെ പെണ്ണിന്റെ വീട്ടിലോട്ട് ഷൂട്ട് ചെയ്യാൻ, ഒരു വീട്ടിലോട്ട് ഹോം എൻട്രി ഷൂട്ട് ചെയ്യാൻ പോകുന്ന വഴിക്ക് കാറ് ചേസ് ചെയ്ത് വട്ടം വെച്ച് ഇവരെ ഉപദ്രവിച്ച വീഡിയോ ആണ് അത് കാണുന്നത്. നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതേ തലേദിവസം രാത്രി തൊട്ട് നെക്സ്റ്റ് ഡേ, അതായത് ഈ തല്ലുണ്ടാക്കുന്ന സമയത്തും മറ്റും വളരെ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മൂന്നാർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. മൂക്കിന്റെ പാലും ഒടിഞ്ഞിട്ടുണ്ട്, കൈ ട്വിസ്റ്റഡ് ആണ്. ഒരു ഫോട്ടോഗ്രാഫറാണ് പുള്ളിക്കാരന്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നല്ല വർക്കൊക്കെ എടുക്കേണ്ട ആളാണ്. അപ്പോൾ ഒരുപാട് വേദന അനുഭവിച്ച് ആളിപ്പോൾ സ്റ്റേഷനിലുണ്ട്. അപ്പോൾ ഇത് മീഡിയ എല്ലാവരും ഇത് മീഡിയനെ അഡ്രസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിൾ. ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നിങ്ങളുടെ ദിവസം അത്ര നന്നായിട്ട് അത്രയും എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യാൻ പറ്റാവുന്നത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലോട്ടും എത്തിക്കുക. താങ്ക് യു.
ഇവർക്ക് ഫോട്ടോ എടുക്കാൻ വരുന്ന സമയത്ത് എന്തായാലും ഇവർക്കൊരു റൂം കൊടുക്കുമല്ലോ. ആ റൂം കൊടുക്കുന്ന സമയത്ത് ആ റൂം മൊത്തം അലങ്കോലയിൽ കിടക്കുമായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, ഫോട്ടോഗ്രാഫറിലെ മാനേജർ ഉണ്ടാവുമല്ലോ, അവർ അവർ ഫാമിലിയോട് പറഞ്ഞു. അപ്പോൾ അവർ ഈ സുഹൃത്തുക്കളാണ് അതെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വധുവിനോടും ഒക്കെ പറഞ്ഞു. അത് എന്താ ചെറിയ അടിപിടിയിലൊക്കെ കലാശിച്ചു. അത് വധുവിനോടും അവിടെ വേണ്ടപ്പെട്ട ആൾക്കാരോടും ഫോട്ടോഗ്രാഫറും ഈ മാനേജറും ഇവരെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ദേഷ്യം തീർക്കാനാണ് ഇവർ ഈ ഫോട്ടോഗ്രാഫറെ തടഞ്ഞു നിർത്തി ഇമാതിരി ദ്രോഹം ചെയ്തു എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് കൂടുതലായിട്ട് അന്വേഷിച്ചാൽ മാത്രമാണ് ഈ ഒരു ചെറിയൊരു കാര്യത്തിന് ഇത്രമാത്രം ഉപദ്രവിക്കണോ എന്നാണ് ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ കൂടുതലായിട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് വന്നാൽ മാത്രമാണ് ഈ ഒരു കാരണം മാത്രമാണോ ഈ ഒരു ഫോട്ടോഗ്രാഫറെ ഉപദ്രവിക്കാൻ ഇത്രയും മൂക്കിൻ്റെ പാലമൊക്കെ പൊട്ടിക്കുന്ന രീതിയിൽ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എമ്മാതിരി ഇതാണ്, ഈ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഉപദ്രവിച്ചതെന്നാണ് തോന്നിപ്പോകുന്നത്. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഈ ചെറുക്കൻ കംപ്ലൈൻറ്റ് കൊടുത്തു, ഈ ഫോട്ടോഗ്രാഫർ കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇതിൽ തന്നെ വധുവിൻ്റെ വീട്ടുകാർ ഈ എന്താ പറയുക, ഈ ഫോട്ടോഗ്രാഫർ അവിടെയുള്ള പെൺപിള്ളേരായിട്ട് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞിട്ട് അവർ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ 24 ന്യൂസിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. വധുവിന്റെ ആളുകൾ അറേഞ്ച് ചെയ്തിരുന്നു. ഈ മുറിയിൽ മറ്റു ചിലർ, ഈ വധുവിന്റെ ബന്ധുക്കളടക്കം വരുന്ന മദ്യപിക്കുകയുണ്ടായി. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇത് ചോദ്യം ചെയ്തിരുന്നവർ ഇത് ചില അസൗകര്യങ്ങളും ഈ ഫോട്ടോഗ്രാഫേഴ്സ് അറിയിച്ചു. സ്ത്രീകളെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞിട്ടാണല്ലോ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വധു പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതികരണം കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. ക്യാമറ പേഴ്സൺസ് ആരും എന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. അത് അവർ തമ്മിലുള്ള എന്തോ പ്രശ്നത്തിനാണ് അവരടിയുണ്ടായത്. എന്താ പറയുക, വധു പറയുന്നത് എൻ്റെ അടുത്ത് അപമര്യാദയായിട്ട് ആരും പ്രതികരിച്ചിട്ടില്ല, അങ്ങനെയുള്ളൊരു നൈസായ മട്ടിൽ ഇതായിട്ട് പറയുന്നു. പക്ഷെ അവർ കുടുംബക്കാരൊക്കെ പറയുന്നത് അപമര്യാദയിൽ പെരുമാറിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു ഫോട്ടോഗ്രാഫറെ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളാണ്, നമ്മളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വധു ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വധുവിൻ്റെ ഫാമിലിക്കുള്ളതാണ്. അവരുടെ അച്ഛനമ്മ അവർ വേണ്ടപ്പെട്ടവർക്കാണ് അവരുടെ ആ ഒരു ഉത്തരവാദിത്വം. അവരെ കൊണ്ടുവന്ന് ഇങ്ങനെ പട്ടിയെ തല്ലും പോലെ തല്ലുക, അവരൊരു ആ പെണ്ണിൻ്റെ സുഹൃത്തുക്കൾ വന്ന് ഇവനെങ്ങനെ അടിച്ച് ഇതാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ ഒരു ട്വിസ്റ്റ് ഉള്ളതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളത് കാര്യങ്ങൾ എന്നൊന്നും നമുക്ക് അറിയില്ല. അവരെ നോക്കണം. അപ്പോൾ എനിക്ക് ഈ വധുവിനോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഈ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് നിങ്ങൾ വിളിച്ചിട്ട് വന്നതാണ്, പിന്നെ ഇവനെ തല്ലി എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ നൽകിയേ പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഈ ഫോട്ടോഗ്രാഫർ ഇനി റിക്കവർ ആയിട്ട് അവൻ ഇനി വന്നാൽ മാത്രമേ, അവൻ വന്നിട്ട് ഇനി കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്താണെന്നുള്ളത് അറിയുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും നീ വിളിച്ച ആളായതുകൊണ്ട് അതിന് പൂർണ്ണ എക്സ്പ്ലനേഷൻ എന്തായാലും നൽകിയേ മതിയാവുള്ളൂ. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എന്തായാലും പുറത്ത് വരും. ഇപ്പോൾ എന്തായാലും ഫോട്ടോഗ്രാഫർ റിക്കവർ ആയിട്ടില്ലല്ലോ, ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.